അയ്യോ, ഈ പാറക്കഷ്ണങ്ങളാണ് ഇവിടെ വന്ന് വീണത് കേട്ടത്. ഇത് എവിടെ വന്ന് വീണ പാറക്കഷ്ണങ്ങൾ ഇത്? ഓ, ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇപ്പൊ 2 കഷ്ണം കണ്ടാ ഇവിടെ വന്ന് വീണത്. എന്നാലും ഇനി ഈ വീട് നീ ഇവിടെ പോയി കണ്ടുപിടിക്കും. അതാണല്ലോ, ഇവിടെ നോക്കിയിട്ട് ഒരു മനുഷ്യരെ കാണാനും ഇല്ലല്ലോ. നേരെ കുട്ടി നിൽക്കുന്നത്. മോളെ, ഇതാണെങ്കിലേ സേഫി ബീച്ച് ആണോ? ആ അതെ, ഞാനെങ്കിലേ എൻ്റെ ഒരു മാമിയുടെ വീട് നോക്കി വന്നതാ. എൻ്റെ മാമിയൊക്കെ എൻ്റെ വീടിനടുത്തായിരുന്നു താമസം. അവരാണെങ്കിലേ വാടകയ്ക്കാണെങ്കിൽ ഈ ഏരിയയിൽ എങ്ങോട്ടോ വാടകയ്ക്ക് മാറിയത്. അപ്പൊ ആ വാടക വീട് തിരക്കി വന്നതാ ഞാൻ. ഓ, വാടക വീട് നോക്കി വന്നാണോ? ഈ ഏരിയയിൽ ഇപ്പൊ എവിടാന്ന് അറിയത്തില്ല. നമുക്ക് തിരക്കാം. ഇവിടെ പേടിച്ച് കണ്ടു നിൽക്കുന്നുണ്ടല്ലോ ഞാൻ വന്നത്. മോളെ എവിടെ ഉള്ള? എന്റെ വീട് ഇവിടെ ഒരു 5-6 കിലോമീറ്റർ വരുമായിരിക്കും. ഞങ്ങളെങ്കിൽ ബീച്ചാണോ വന്നായിരുന്നു. എന്റെ കൂടെ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറെ പേരുണ്ട്. എന്റെ കൂട്ടുകാരിയുണ്ട്, കിങ്ങിണി കുട്ടു, പിന്നെ ആണെങ്കിൽ അവരുടെ അമ്മ. ഞങ്ങളെല്ലാവരും ബീച്ചാണോ വേണ്ടിട്ട് വന്നായിരുന്നു ഇവിടെ. ഞാൻ അവരുടെ അടുത്തോട്ട് പോട്ടെ, അവരെന്നെ തിരക്കും. ഞാനോട് വരുന്നു. എനിക്ക് ഒറ്റയ്ക്കാൻ പേടിയാവുന്നു. ആ പിന്നെ ഈ കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ കണ്ടോ? ഇത് എവിടുന്ന് വന്ന് വീണതാ. അയ്യോ, എന്റെ തലയൊന്ന് വീഴാഞ്ഞ കാര്യമായി. മോളെ, എന്നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും. എനിക്കൊന്ന് വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ? അമ്മണിമോളെ നിന്നോട് പറഞ്ഞിട്ടില്ലേ പറയാതെ അങ്ങോട്ട് പോരുത്, നമ്മൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക്. നീ ഇതിന് അങ്ങോട്ട് പോയതിപ്പോ കുട്ടുവൻ പറഞ്ഞിപ്പോ അമ്മണി അങ്ങോട്ട് പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. അതോടെ ഞാൻ സമാധാനത്തിൽ നിന്നത്. അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോകത്തില്ല നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ. നിന്റെ അമ്മ എനിക്ക് കൂടെ ഉണ്ടെങ്കിൽ വേണ്ടില്ല. എന്തിനാ അമ്മണി നീ ഒറ്റയ്ക്ക് പോയത് അങ്ങോട്ട്? ഞാൻ തന്നെ ഇവിടെ നോക്കിയപ്പോഴത്തെ ഈ ചേച്ചി ആണെങ്കിൽ മുകളിലേക്ക് വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓടിപ്പോയത്. ഞാൻ ഒത്തിരി ദൂരെയൊന്നും പോയില്ലല്ലോ. ഞാൻ എന്റെ മാമന്റെ മാമിയുടെ വീട് തിരക്കി വന്നത്. അവരെങ്കിൽ എന്റെ വീടിന്റെ അടുത്തായിരുന്നു താമസം. അവർ വാടക വീടെടുത്ത് ഈ ഏരിയയിലെങ്ങോട്ടാ വന്നതാണ് താമസിക്കുന്നത്. വാടക വീട്ടിലെപ്പോ താമസം. ആ വാടക വീട് തിരക്കി വന്നതാ. അയ്യോ, അപ്പൊ നിങ്ങളൊരു കാര്യം പറഞ്ഞു. നമ്മൾ സൗണ്ട് കേട്ടില്ലായിരുന്നോ? ആ സൗണ്ട് കേട്ടെന്ന് അറിയോ? തോണ്ടല്ലോ കുറെ പാറക്കഷ്ണങ്ങൾ മുകളിൽ വന്ന് വീണ് കിടക്കുന്നത്. എവിടുന്ന് വീണെന്ന് അറിയാൻ വയ്യ. ആകാശത്ത് അങ്ങോട്ട് വന്നാന്ന് തോന്നുന്നു. ആകാശത്തോന്ന് പാറക്കഷ്ണം വന്ന് വീണോ? ദൈവമേ, തലയിൽ കഴിഞ്ഞ കാര്യമില്ലല്ലോ. ഞാൻ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. എന്റെ അടുത്ത് തന്നെ വന്ന് വീണത്. കുട്ടുവാൻ ഇപ്പൊ പോകണ്ടതാ. ഉൽക്ക ചിലപ്പോ വീണ്ടും വന്ന് വീണെന്ത് ചെയ്യും? ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യുമോ? എന്റെ മാമന്റെ വീടൊന്ന് കണ്ടുപിടിച്ച് തരുമോ? മോളെ, എനിക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇതിപ്പോ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ വീട്? ഒരു കാര്യം ചെയ്യും മോളെ, പിന്നെ തൽക്കാലം ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. ഇന്നിനിപ്പോ പോകണ്ട, വൈകിട്ട് സന്ധ്യ ആയല്ലോ. ഇനി തിരിച്ച് മോളെ വീട് എവിടാ? എന്റെ വീട് കുറച്ച് ദൂരെ ആൻറ്റി. എന്റെ അമ്മയ്ക്ക് അധികം കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു മാമനും മാമിയെ. അത് വാങ്ങിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് എന്റെ അമ്മ തന്നെ പറഞ്ഞു വിട്ടത്. അമ്മ എനിക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വേറൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മ പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നത്. എന്റെ അച്ഛനെങ്കിൽ പിന്നെ ഗൾഫില്ല. എന്തായാലും മോള് ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. എവിടെ? ഞാൻ നിൽക്കുമെന്ന് നോക്കട്ടെ. മോനെ അതിനൊക്കെ തൊടല്ലേ? കണ്ടോ, ഇപ്പൊ കൈ വിളിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. നിന്നോട് അതിന് തുടരുന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ. അയ്യോ, കുട്ടുവന്റെ കയ്യിൽ അങ്ങനെ വെള്ളം വല്ലതും ഐസ് വെള്ളം വെക്കാം. ഇല്ല, വലുതായിട്ട് പൊള്ളിയില്ല, ചെറുതായിട്ടേ പൊള്ളിയില്ല. ഞാൻ പെട്ടെന്ന് കൈ മാറ്റി. എന്റെ പാറക്കഷ്ണത്തി നീയൊക്കെ തൊട്ടോ? ഞാൻ വരുവാ അങ്ങോട്ട്. അയ്യോ, ഒരു അശരീരിയാണല്ലോ കേട്ടത്. അത് തന്നെയല്ലല്ലോ, വെട്ടോ കാണുന്നുണ്ടല്ലേ. ഓടിക്കോ എല്ലാരും. അയ്യോ അയ്യോ, ഓടി വയ്യേ. എന്തായാലും ഇനി പറയുന്നത് വരത്തിലായിരിക്കും. വീടെന്തായാലും അടുക്കാറായില്ലേ? എനിക്കിനി പേടി എന്റെ വീട്ടിലോട്ട് ഒറ്റയ്ക്ക് പോകാൻ. ഞാൻ നിങ്ങളോട് വരുമോ നിങ്ങളുടെ വീട്ടിലോട്ട്? ആരും രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. മക്കളെ, പെട്ടെന്ന് നമുക്ക് വീണ്ടും കയറാം. അവര് ബീച്ചിലോട്ടല്ലേ പോയത്? ഏത് ബീച്ചായിരുന്നു? സെഫി ബീച്ചോ സെഫാ ബീച്ചോ? എന്തായാലും ചോദിച്ചും പറഞ്ഞ് ഞാനോടെ പോവാം അങ്ങോട്ട്. വെറുതെ ആയിരുന്നു ബോറടിക്കുന്നു. ഇത്രയൊക്കെ ഒരുക്കം മതിയോ? പിള്ളേർ പോയപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോകേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കും ഞാൻ ഇനി അവരെ. അയ്യോ, എന്തോ തലേ വന്ന് വീണത്. കൊറേ കല്ല് കിടക്കുന്നു. ഇതാരും എടുത്തിറങ്ങി ഇങ്ങോട്ട്. ഇതെന്തിനു പറയുമായോ? കല്ല് കണ്ട് പൊങ്ങി വരുന്നു. ദൈവമേ, നല്ല പ്രേതം വല്ലോ ആണോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടായിരുന്നു ഇവിടെ. അപ്രത്യക്ഷമായോ? എന്തോ മറുമായി നടക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇതെന്തോ എല്ലാരും എത്തി എത്ര പെട്ടെന്ന്? നിങ്ങൾ സെഫാ ബീച്ചിലല്ലേ പോയത്? ഞാനും നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുങ്ങി റെഡിയായിട്ട് ഞാൻ ഇറങ്ങുമായിരുന്നു. ആരോടെങ്കിലും ചോദിച്ചു പറഞ്ഞ ആ ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഇതെന്തോ എല്ലാവരും മുഖം പേടിച്ച് കണ്ടിരിക്കുന്നത്? എന്ത് കാര്യം? ഒന്നും പറയണ്ടമ്മേ, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബീച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അന്നേരം എനിക്ക് വലിയൊരു സൗണ്ട് കേട്ട്.
ഇവര് പറഞ്ഞു തിരയടിച്ച് സൗണ്ടാന്ന്. ഞാൻ ഞങ്ങളെ ബാഗിൽ ഒരു കുട്ടിയെ കണ്ടോ? ആ പുള്ളിക്കാരത്തി ആണെങ്കിലേ അവർ ആ മാമിയുടെ മാമന്റെ വീട് തിരക്കി ഇറങ്ങിയതാ. അപ്പോൾ പുള്ളിക്കാരത്തി എങ്കിൽ അവിടെ നിന്നപ്പോഴത്തേക്ക് പാറക്കഷ്ണം വന്ന് അവിടെ വന്ന് വീണ്. അങ്ങനെ എനിക്ക് പേടിച്ച് കുറച്ച് നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ പാറക്കഷ്ണം കിടക്കുന്നതിന് കുട്ടുവൻ കയറി എങ്കിൽ ആ പാറക്കഷ്ണത്തിൽ പിടിച്ചപ്പോൾ ഭയങ്കര ചൂട്. എന്നിട്ട് അതിങ്ങനെ വേറെ ഒരു അശരീരി പോലെ കേട്ട് ഭയങ്കര ചിരിയൊക്കെ ആയിട്ട് ഒരാൾ പറയുക, എന്തിനാ പാറക്കഷ്ണത്തിൽ കയറി പിടിച്ചത്, ഞാനിപ്പോൾ വരുവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ തടി തപ്പി അവിടുന്ന്. എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? എന്തായാലും ഇവിടെ എത്തിപ്പെട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. ഓ, മോടെ പേരെന്താ? എൻ്റെ പേര് യാമിനി. ഞാൻ എൻ്റെ മാമൻ്റെ മാമിയുടെ വീട് തിരക്കി ഇറങ്ങിയതാ. അവരാണെങ്കിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുമോ. എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയമായിരുന്നു. വീടാണെങ്കിൽ ഈ ആൻറ്റി ആണെങ്കിൽ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ പ്രശ്നങ്ങളെ കാരണം ഞങ്ങൾ ഓടി വീട്ടിലേക്ക് വന്ന് കയറി. പിന്നെ ഇവിടെ ആണെങ്കിൽ വേറൊരു സംഭവം നടന്നു കേട്ടോ ശാരദേ. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുമല്ലായിരുന്നോ, ഒരു കല്ല് വന്നിട്ട് തലയിൽ വന്ന് വീണ്. ഒന്നല്ല 4 കല്ല്. ഞാൻ നോക്കിയപ്പോൾ ഇത് ആരും ഇറങ്ങിയെന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴാണ് ഇവിടെ സൈഡിൽ കിടക്കുന്ന കല്ല്, 4 കല്ല് ഒന്നിച്ച്. പിന്നെ നോക്കിയപ്പോൾ ആ കല്ല് എനിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അകത്ത് കയറിയിട്ട് യാതൊരു പ്രയോജനം ഇല്ല മക്കളെ. അയ്യോ, ആ സാധനം വീണ്ടും വന്നു തോന്നല്ലേ ഇവിടെ. അതെ, നിങ്ങളെ ഞാൻ പിന്തുടർന്നു പോന്നു. എന്റെ പാറകഷ്ണത്തിൽ തൊടാൻ ആര് പറഞ്ഞു നിങ്ങളോട്? അശരീരി പോലെ ആണല്ലോ സംസാരിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ എന്നെ കാണണോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാത്തിനെയും ഞാൻ വകവരുത്തും. എന്റെ ഈ പാറയുടെ അടുത്തോട്ട് വാ, എല്ലാത്തിനെയും ഞാൻ പൊള്ളിച്ചു തരാം. ശരിയാ, ഇതിന്റെ അടുത്തോട്ടൊക്കെ പോകല്ലേ മക്കളെ. നല്ല ചൂടുള്ള പാറയാന്ന് തോന്നുന്നത്. ഈ പാറപ്രയോഗത്തിന് ഭയങ്കര ചൂടാ. ചൂട് കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. നിങ്ങൾക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ വീട് വിട്ടു പൊക്കോ. ഞാൻ ഇവിടെ തന്നെ പ്രതിഷ്ഠയായിട്ടിരിക്കുക. ശരിയാ ശാരദ, നമ്മൾ ഈ വീട് വിട്ട് വേറെ എവിടെയെങ്കിലും താമസിച്ചിട്ട് പോകുന്ന നല്ലത്. ഈ പാറ ഇവിടെ പ്രതിഷ്ഠയായിട്ടിരിക്കുക. എന്റെ ചൂടിങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കും ഈ മുറികൾ മൊത്തം. ഈ വീട്ടിലെ ഒരു മുറിയിലും നിങ്ങൾക്ക് ഇനി താമസയോഗ്യമല്ല. എന്റെ ദേഹത്തൊന്ന് ചൂടിങ്ങനെ പാറി 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 പറന്നുകൊണ്ടിരിക്കും. ആന്റി, നിങ്ങൾ ഇനി ഇവിടുന്ന് പെട്ടി കിടക്കൊക്കെ ആയിട്ടെടുത്ത് ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഇനി ഒരു മുറിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ചൂട് കാരണം. എനിക്കൊന്നും അത് വെറുതെ പറയാൻ തോന്നി പ്രേതം. നമുക്ക് വേറെ മുറിയിലൊക്കെ കയറി നോക്കാം. ചൂടുണ്ടോ ഇല്ലെന്ന് അറിയാലോ. ആദ്യം അടുക്കളയിൽ പോയി നോക്കാം. വാ. വേറെ മുറികൾ ചൂടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ താമസിക്കാം. ഈ മുറി മാത്രം നമുക്ക് അടച്ചിട്ടേക്കാം. ഈ മുറിയിലോട്ട് പിന്നെ നമുക്ക് ആർക്കും കയറണ്ട. ശരിയാ ശാരദ, നീ വാ, നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം അവിടെ ചൂടുണ്ടോന്ന് ആദ്യം. അമ്മ, ഈ അടുക്കള കയറിയിട്ട് ഒരു രക്ഷയില്ലല്ലോ. ഇവിടെ നല്ല ചൂട് തന്നെ ആണല്ലോ. ഇവിടെ ഭയങ്കര ചൂട് തന്നെ ആണല്ലോ. ആ പ്രേതം നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ആ പ്രേതത്തിന്. പിന്നല്ലേ നീ എന്തോ പറയുന്നത്? നമുക്ക് ആ പ്രയത്നോട് പോരാടാൻ പറ്റൂ. നമുക്ക് ഇവിടെ ഇറങ്ങി പോകാം. അതന്നെ, വേറെ വഴിയില്ല. എന്റെ മാമന്റെ മാമയുടെ വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. അവര് വാടകയ്ക്ക് താമസിക്കല്ലേ ഇവിടെ. അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചാൾ നിൽക്കാമല്ലോ. അത് ശരിയാ മോളെ. മോളെ മാമന്റെ മാമിയുടെ കൂടെ വാടകയ്ക്ക് ഞങ്ങളുടെ കുറച്ചാൾ നിൽക്കാം. അമ്മ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് മാർക്ക് അങ്ങോട്ട്. അതൊക്കെ എന്തോന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. നിങ്ങളോടല്ല എനിക്ക് ദേഷ്യം, ആ പ്രേതത്തിനോട് എനിക്ക് ദേഷ്യം. ആ പാറപ്രേതത്തിനോട് മാറിക്കല്ലായിരുന്നു. ശാരദ എന്തോ ആ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കിക്കൊണ്ട് പോയത്. വാ, നമുക്കോട് പോയി നോക്കാം. അമ്മ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വേണ്ട, നമുക്കോട് പോയി നോക്കാം. വാ. ഇന്നാ പ്രേതം പിടിച്ചോ. അയ്യോ, എന്റെ ദേഹത്തൊത്ത വെള്ളം ഒഴിച്ചത്. അത് എന്നിട്ടുണ്ട് ശാരദ, മൊത്തം ഒഴിച്ചോ. അയ്യോ, ഞാൻ ദ്രവിച്ചു പോന്നേ. അയ്യോ അയ്യോ അയ്യോ, ദ്രവിച്ചേ. നീ ദ്രവിച്ചില്ലാതാകും. ഇപ്പൊ നല്ല ചൂടും കുറവുണ്ടല്ലോ. അയ്യോ 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 അയ്യോ, വേണ്ട, ആ പാറ പൊടിഞ്ഞ് പൊടിയായിട്ട് കിടക്കുന്നു. എന്റെ പൊന്നെ ശാരദ, നിന്നെ സമ്മതിച്ചടി. നീ എന്തോ ഐഡിയ പ്രയോഗിച്ചത്? അതാ പറഞ്ഞ ബുദ്ധി വേണം, ബുദ്ധി.
എന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമാണ്. എന്തെന്നറിയാവോ? പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഞാനാണെങ്കിലേ ആ പ്രേതത്തിന്റെ പുറത്ത് എന്ത് കലക്കി വെച്ചറിയാവോ? ഉപ്പ് വെള്ളം എടുത്ത് വെച്ചത്. അപ്പോഴേക്കും ആ പ്രേതം ഇല്ലാതായി. അയ്യോ ആ ചേച്ചി ഇപ്പൊ അങ്ങനെ ചെയ്തില്ലാണെങ്കിൽ ഇപ്പൊ എല്ലാവരോടും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നേനെ. എന്റെ മരുമോളപ്പോ ഒരു ബുദ്ധിമതിയല്ലേ? ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് യാമയുടെ മാമിയുടെ മാമന്റെ വീട് കണ്ടുപിടിക്കാൻ പോവാം. എന്താ? അതെ